ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ചെറിയൊരു എറണാകുളം യാത്ര. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട്, സുഹൃത്ത് ഭാഷക ഫാമിലി ഉണ്ട്. അവിടെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഹായ് റഹ്മത്ത്, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് ഉഷാറിൽ പറയും. ഈ യാത്രയുടെ ഒരു ലക്ഷ്യം വേറെ കാര്യമുണ്ട്. കാരണം സുഹൃത്ത് ബാദുഷക്കയുടെ മകളെ അവിടെ ക്ലാസ്സിന് ചേർക്കുന്നതിന് വേണ്ടി കോളേജിൽ അവിടെയാണ് നോക്കിയിട്ടുള്ളത്, മൂവാറ്റുപുഴ. അപ്പോൾ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇവരായിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നത്. ഇതാ ചെക്കൻ ഇവിടെ റെഡിയാണ്, ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ദുവമോള് ദുവാ എന്താ പറയല്ലേ. ഞങ്ങൾ യാത്ര തുടർന്നിട്ടുണ്ട്. ഭാഷക്കാരെ താത്ത വീഡിയോയിൽ നിൽക്കലില്ല എന്നോട് പറഞ്ഞത് കാര്യാക്കണ്ട. എവിടെ പിന്നെ ഓഫീസ്. ഓക്കെ. ഹൈവേ മഴ പെയ്യാണ്ടിരിക്കുമ്പോൾ അടിപൊളിയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട്, ഇപ്പോൾ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ ഇതിലെ പോകുമ്പോൾ ഞങ്ങളെ ഫ്രണ്ടിലൊരു വണ്ടിയാണ് സ്കിഡായി വെള്ളത്തിൽ. അപ്പോൾ അത് നമ്മൾ ഈ കറക്റ്റ് ടോള് വാങ്ങുന്നുണ്ട് ഹൈവേക്ക് അല്ലേ ഭാഷക്ക, ടോള് വാങ്ങുന്നുണ്ട്. ആ ടോള് വാങ്ങുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം ശരിയാക്കാൻ. ഓഫീസേ പേടിക്കേണ്ട, പ്രാവശ്യം നമ്മൾ തന്നെ കപ്പടിക്കൂട്ടാ. അങ്ങ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യഭവനിൽ എന്താണ് ആര്യഭവനല്ല, ഏതാ വെജിറ്റബിൾ ഹോട്ടല് ഭവൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നോക്കി നോക്കാം. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല മസാല ദോശ നെയ് റോസ്റ്റൊക്കെ കഴിക്കേണ്ടി വന്നാണ്. മോനെ ഫോണെന്ന് വെച്ച് കഴിക്കില്ല, ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. ഹലോ, ഇത് ഭയങ്കര അലമ്പേരനാണ്. ഒരു വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനാ. ഫുഡ് കഴിച്ച വൈബ് യാത്രയോടും. ഹലോ, നമ്മളെ മെയിൻ ചെയ്തോ പവണി തരുമോ സാർ? അങ്ങനെ ഞങ്ങളിതാ മൂവാറ്റുപുഴ എത്തിയിരിക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. ചർച്ചയിൽ ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ കോളേജിലേക്ക്. ചർച്ചയിൽ എന്ത് ചെയ്ത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ചർച്ച വന്ന്, സോങ്സുകളെ വന്ന്, അർജന്റീന ബ്രസീൽ വന്ന്. അപ്പോൾ ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കുന്നതാണ് നമ്മുടെ ഓഫീസിന്റെ പ്രതീക്ഷ. എന്തായാലും കപ്പടിക്കട്ടെ, പാവങ്ങൾ കുറെ കാലയില്ലേ. ഞങ്ങളെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതാ ചെക്കൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഗിയറിലൊന്നുമല്ല, സുരക്ഷിതാണ്. രമ്യ ഗ്ലാസ് ഒന്ന് തല്ലി പൊളിക്കലേ പറയണ്ട. ഇപ്പൊ തന്നെ വണ്ടി അത് ഗീറൊന്നിട്ട വണ്ടി പോകും. അങ്ങനെ നമ്മളിത് അവിടെ കോളേജിൽ എത്തിയിരിക്കുകയാണ്, ഇലാഹിയ കോളേജ്. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ലൊക്കേഷനൊക്കെ ഒന്ന് തെറ്റിച്ചില്ലേ, കുറച്ച് ചെറുതായിട്ടൊന്ന് തെറ്റിച്ച് 1 മണിക്കൂർ എക്സ്ട്രാ ഓടേണ്ടി വന്ന്. ചോദിക്കാം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഞങ്ങൾ ചോദിച്ചറിയാണ്, ഭാഷയൊക്കെ ചോദിച്ചറിയാണ്. ആ ഒരു സമയത്ത് മകൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കണേ, ഇതൊന്നും നമുക്ക് വിഷയമല്ല എന്നുള്ള രീതിയിൽ പുസ്തകം വായിച്ചിരിക്കുകയാണ് അവൻ. ധുവനെ ഇവിടെ നിന്ന് ചേർക്കാൻ പോണേട്ടാ. ഇവിടെ മതിയാ, നമ്മുടെ സ്കൂൾ മതിയാ, നമ്മുടെ സ്കൂൾ മതി. വെളിയും കൂടി ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ മോളെ ഭാഷകളുടെ മോള് പഠിക്കണ ആ ഒരു ഭാഗം അവിടെയാണ്. ഇവിടെയാണ് സെക്ഷൻ. എന്തിനാണ് പോവാ? അത് കഴിയട്ടെട്ടാ. കോളേജ് ഷാറായില്ലേ? ഏതാണ്ട് വൈഫൈക്കുള്ളോ ചന്ദ്രനിൽ തോന്നാ. ഹലോ, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇടിക്കട്ടെ. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. എന്നിട്ട് പറ്റണ പോലെ ഒന്ന് കറങ്ങണം. അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ്, കോളേജ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്യാണ്ടായിരുന്നു. നല്ലൊരു ഹോട്ടൽ തേടി എത്തി. ഫുഡ് ഒക്കെ എത്തിയിട്ടുണ്ട്. മന്തിയാണ്, അൽഫാം മന്തി, ഷവായി മന്തി. ഫുഡ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. എങ്ങനെയുണ്ട് ഫുഡ്? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിരിക്കണ്ട. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഫോർട്ട് കൊച്ചി പോകുമെന്ന് വിചാരിച്ചു. ഫോർട്ട് കൊച്ചി പോകുന്ന ഭാഗത്തുള്ള പാലത്തിന്മേൽ ഭയങ്കര ബ്ലോക്കാണ്. കുറച്ച് സമയം ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. ഒരു 5 മണി, ഒരു 5:30 സമയത്താണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി എത്തിയ സമയത്ത് ഞങ്ങൾ ആഗ്രഹം പറഞ്ഞു നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാം. ഇതുവരെ കയറിയിട്ടില്ല. ആ ഒരു സമയത്താണ് ഒരു ചേട്ടൻ മീൻ വെക്കുന്നത്. അതിൻ്റെ അടുത്ത് പൂച്ചസാറ് നിൽക്കുന്നുണ്ട്. പൂച്ചസാറിന് മീൻ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് നമ്മളെ റഹ്മത്തും അതുപോലെ താത്തയും മകളൊക്കെ നടന്നു വരുന്നുണ്ട്. നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പം
അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയം മണിച്ചിത്രത്താഴ് എന്ന മൂവിയിലെ ഒരു സോങ് ഒരു ചേട്ടൻ നിന്ന് പാടുന്നുണ്ട്. അവരൊരു തെരുവിൽ നിന്നാണ് പാടുന്നത്. ഒരു രോഗിയെ സഹായിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഗായകനാണല്ലോ, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനിങ്ങനെ പാടിയിട്ടുണ്ട്. ഒരു അസുഖമുള്ളൊരു ഇക്ക റൌഫ് എന്ന് പറയുന്ന കണ്ണൂരിലെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ പല തെരുവുകളിലും പോയിട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറിയിട്ട് നല്ല തിരക്കുണ്ട്. കയറുന്ന ഒരു കവാടാണ് ഈ കാണുന്നത്. അത് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല തിരക്കാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗവൺമെൻറ് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമായി. നല്ലൊരു വരുമാനം ഗവൺമെൻറ്റിനായി. ജനങ്ങൾക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയായി. ഉള്ളിലൊക്കെ നല്ല വൈബാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് അകത്തേക്ക് കടത്തുന്നുള്ളൂ. വാട്ടർ മെട്രോ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അത് നമുക്ക് കയറിയിട്ടാ ഇതിൽ കയറിയിട്ടാ വാശകരുണ്ട് വാട്ടർ മെട്രോ. നമുക്ക് കയറി നോക്കാം. കൊച്ചിയുടെ മനോഹാരിത ചീനവല. ഇപ്പൊ മെട്രോയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. സമീപം ഞങ്ങളെല്ലാവരും കയറുന്നു. ഉണ്ണിനെ പിടിക്കോ? അത് കയറിയിട്ട് പിടിച്ചാൽ മതി. കയറിയിട്ട് പിടിച്ചാൽ മതി. കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരുന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല കേട്ടോ. കാരണം കുറേ തിരക്കായിരുന്നു. ഇത്ര ആളുകൾ അതിൽ കൊണ്ടുപോകാന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ സീറ്റ് ഫില്ലായിരുന്നു. എന്നാലും റഹ്മത്തിന് കിട്ടി, മോൾക്കൊരു ഭാഗത്ത് കിട്ടി, ഭാഷക്ക ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും സീറ്റ് കിട്ടിയിട്ടാ. ഇതിൽ കയറിയപ്പോൾ മറ്റൊരു കാര്യം പറയണമെന്ന് തോന്നിയത്, കറക്റ്റായിട്ടുള്ള ആളുകൾ ഇതിൽ കയറ്റാൻ പാടുള്ളൂ. ഒരു 70 സീറ്റ് ഉണ്ടെങ്കിൽ 70 പേരെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം നമ്മളെപ്പോലുള്ള ആളുകൾ, മറ്റ് യാത്രക്കാർ ഈ ബോട്ടിലുണ്ട്, ഈ മെട്രോയിലുണ്ട്, വാട്ടർ മെട്രോയിലുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെപ്പോലെ ഇവിടെ എറണാകുളം ചുറ്റി കാണാൻ വന്നവർക്ക് ശരിക്കും ഇരുന്ന് കണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ വൈബ് കണ്ടത്. അതുപോലിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു രസം കണ്ടില്ലേ. അവളെന്തായാലും തീർച്ചയായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്ത്. അവിടെ ഒരു ചേച്ചിയും കുട്ടിൻ്റെ അവിടെ സീറ്റ് ഉണ്ടായപ്പോൾ അവളവിടെ ഇരുത്തി. നമ്മുടെ ജമീമോൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇപ്പോൾ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ വാട്ടർ മെട്രോ ഒക്കെ വന്നത് വളരെ ഉപകാരമാണ്. മാത്രമല്ല നല്ല കാണാൻ നല്ല വൈബാണ്, നല്ല AC ആണ്, നല്ലൊരു ലക്ഷറി സെറ്റപ്പാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ കയ്യടിയും അർഹിക്കുന്നുണ്ട്. വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ ടിക്കറ്റ് എടുത്ത്, ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ വല്ല നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഫോട്ടോ വെച്ച് കാണാൻ ടിക്കറ്റ് എടുക്കാൻ അവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വരുന്നതാണ്. നമുക്ക് സമയം വളരെ കുറവായിരുന്നു. എന്തായാലും വാട്ടർ മെട്രോ ഒന്ന് കയറണം, അതിൻ്റെ ഒരു അനുഭവം അറിയണം എന്നുള്ള രീതി കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സമയം പോയിട്ടുള്ള കാര്യം പറയല്ലോ, നമ്മൾ കുറേ സമയം പോയി. വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിലിടക്ക് ദുവമോളും സമീമോനും നല്ല പ്രതിഷേധം. നീചമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടന്നുള്ളത്. കാരണം ഞങ്ങൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഹിന്ദിക്കാർ കയറി, എന്നിട്ട് അവരിവിടെ കയറിത്തിരിക്കുന്നുണ്ട്. ഹിന്ദിക്കാർ ഗ്യാപ്പ് കയറിയാണ്. സാറേ ഓടിവായോ, ഷൂർ സാറേ. അല്ല ഗ്യാപ്പിൽ കയറിയില്ല അവര്, രണ്ടാളെന്നല്ല, ആ ടീം മൊത്തം ഗ്യാപ്പ് കയറി. നമ്മളിവിടെ ക്യൂ നിൽക്കാൻ കഷ്ടപ്പെട്ടിട്ട്. സാറേ സെറ്റ്. വീണ്ടും ഞങ്ങൾ മെട്രോയിലേക്ക്, ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് വേറെ മെട്രോയിൽ ഫോട്ടോച്ചിക്ക് തന്നെ ജസ്റ്റ് മെട്രോ ഒന്ന് വൈബ് ചെയ്യേണ്ടി ഒന്നാണ്. അവിടെ നമ്മൾ വർഷയ്ക്കും ഭയങ്കര സ്പീഡിൽ പോയിട്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് അടിപൊളി. ഇടുന്ന് ബോട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. ജമി ആ കളിച്ചോ ദുവാ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. കുറെ നേരമായി പറയണ്, ഒന്ന് വാങ്ങിക്കൊടുത്തു. ഇവിടെ ചോനെ ഇരുത്തി. ആ
മെട്രോന്ന് ഇറങ്ങിയ ശേഷം വരിട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പാർക്കിൽ നിന്ന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളും വെള്ളമൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെ ബിഗ് ബി ഷൂട്ട് ചെയ്ത നമ്മളെ ബിലാൽ ജോൺ കുരിശിങ്കലിൻ്റെ വീടൊന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. അതിൽ കൂടുതൽ ഇവിടെ നിൽക്കാനുള്ള സമയമല്ല, കാരണം എല്ലാവരും ഭയങ്കര ടയർഡാണ്. പിന്നെ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. വേറെ ദിവസം കൊച്ചി നന്നായിട്ട് കാണാൻ വേണ്ടി നമുക്ക് റൂമൊക്കെ എടുത്ത് നല്ല വൈബാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ ബിഗ് ബി ഷൂട്ട് ചെയ്ത നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ ഇറങ്ങി വന്ന വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആകെ സംഭവം ഭംഗിയാക്കാൻ നോക്കിയാണ്, പക്ഷെ ഭംഗിയാക്കിയിട്ട് കൊളാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ആ ഗേറ്റൊക്കെ ഒന്ന് ഓവറാക്കിയിരിക്കണം. മറ്റത് ഇത്ര വലിപ്പമുണ്ടാഞ്ഞില്ല മതിൽ. ഒരിക്കലും മറക്കാനാവാത്ത സിനിമ ലൊക്കേഷൻ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് ആകെ കൊളാക്കിന്നല്ലേ, ആകെ കൊളാക്കിയല്ലേ പെയിൻ്റ് അടിച്ചിട്ട്. മാത്രമല്ല ഒരു വ്യത്യാസം കൂടി ഉണ്ട്. എന്താ മനസ്സിലായ, അവിടെ മതിൽ വലുതാക്കിയിട്ടുണ്ട്. ആ ഇറങ്ങി വരുന്നിടത്ത മതിൽ അങ്ങനെ വലുതാക്കി. മറ്റത് ഇങ്ങനെ കറക്റ്റ് സ്ലോപ്പായിരുന്നു. അതെ, ഇവരൊക്കെ ബിഗ് ബി വീട് കാണാൻ വന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര അത് കഴിഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. ഒരാളിവിടെ എടുക്കുന്നുണ്ട്, ഒരാൾ ഇപ്പുറത്തെ എടുക്കുന്നുണ്ട്, ഒരാൾ അവിടെ നടന്നു വരുന്നു. ബ്രസീൽ എന്തെങ്കിലും കപ്പടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ പാവം നടന്നു വരുന്നു, വെള്ളം കുടിക്കുന്നു. ബൈ.